എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Nine of Cups, Empress, Five of Swords, Strength card, Temperance and last Star energy. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു മാസം വളരെയധികം സാധ്യതകളുള്ളൊരു മാസമാണ്. ഒത്തിരി സന്തോഷം തരുന്ന ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയം അല്ലെങ്കിൽ ഒരു മാസം എന്ന് തന്നെ പറയാം. 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. എന്ത് തന്നെയാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചധികം നാളായിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇന്നൊരു കോഴ്സ് വേണം അല്ലെങ്കിൽ ഇന്നൊരു രീതിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എൻട്രൻസ് എഴുതിയിട്ട് ഇതിനു മുമ്പ് ശ്രമിച്ചിട്ട് കിട്ടാതെ പോയിട്ടുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരവും വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ്. നല്ല സാധ്യതകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. എൻട്രൻസ് പാസ്സാവുന്നു, അതേപോലെ വിചാരിച്ച പോലെ പൊസിഷനിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത്. അതായത് മാർക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ PSCക്കൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ച് നല്ല സമയമാണ്. അല്ലെങ്കിൽ PSCയുടെ റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും നല്ല റിസൾട്ട് വരുന്നു എന്നുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൈവറ്റ് ജോലിയിലുള്ളവരാണ്, ഗവൺമെൻറ് ജോലി തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്കുള്ള സാധ്യത ഈ ഒരു മാസം കാണിക്കുന്നു. അതേപോലെ ഇപ്പോൾ പ്രൈവറ്റിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ് നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഉള്ളതാണ് എങ്കിൽ നല്ലൊരു പൊസിഷനിലേക്കുള്ള പോകാനുള്ള സാധ്യതയും, ഇപ്പോൾ ഉള്ള ജോലിയിലാണെങ്കിലും പ്രമോഷനോ ശമ്പള വർധനവോ കാര്യങ്ങളാവാം. അതല്ല ഇപ്പോൾ ജോലി മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലിയിൽ മാറ്റം, ആഗ്രഹിച്ച ജോലിയിലേക്കുള്ളൊരു സാധ്യതയും മറ്റും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാനസികമായിട്ട് ശാരീരിക ആരോഗ്യം ബാധിച്ചിരിക്കുന്നവരും ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയം, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി ആഗ്രഹിച്ച രീതിയിൽ ഹെൽത്ത് ആ ഒരു രീതിയിൽ ബെറ്ററായി വരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ, ശാരീരികമായിട്ട് പ്രശ്നങ്ങളുള്ളവരും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള മരുന്നുകൾ കാര്യങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ നിങ്ങളുടെ മെഡിസിൻ മാറ്റുന്നത്, ഡോക്ടറെ മാറ്റുന്നത്, അതിനൊക്കെയുള്ള സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഹെൽത്ത് മെച്ചപ്പെടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പിന്നെ എംപ്രസ് എനർജിയാണ്, പ്രഗ്നൻസി സിറ്റുവേഷനാണ് ഡയറക്റ്റ് കാണിക്കുന്നത്. പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക്, കുട്ടികൾ ആഗ്രഹിക്കുന്നവർക്ക് പ്രഗ്നൻസി സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു മാസം. അപ്പോൾ ഈ ഒരു എനർജി, എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ജീവിതത്തിൽ എന്താണ്, അതായത് ഈ ഒരു പുതുമ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ളൊരു അവസരമാണ് ഈ ഒരു മാസം നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോയിട്ട് ഫ്രീഡം, അത് ആണ് മെയിനായിട്ട്, സ്വാതന്ത്ര്യം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ പലരും ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഓരോ തരത്തിൽ ഓരോ കാര്യത്തിലായിരിക്കും. പൊതുവേ എല്ലാം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലി വേണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കയ്യിൽ 4 കാശ് വേണം എന്ന് ചിന്തിക്കുന്നു. പക്ഷെ ആ ഒരു രീതി, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷമാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു വരുമാനം, ഒരു ജോലി അതാഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുവരെ ലഭിക്കാത്തവർക്ക് അതിനുള്ളൊരു അവസരമുണ്ട്. പിന്നെ ഇപ്പോൾ ജോലി കുറേ ആയിട്ട് ശ്രമിച്ചിട്ടൊന്നും നടക്കാതെ ഒരു സിറ്റുവേഷനാണെങ്കിൽ സ്വന്തമായിട്ട് എന്തിലേക്കെങ്കിലും തിരിയാനുള്ള ചാൻസും ഉണ്ട്. പലരെയും സംബന്ധിച്ച് സ്വന്തമായിട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സിനുള്ള കഴിവില്ലെന്നോ അല്ലെങ്കിൽ അതിനറിയില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ഒരു പക്ഷെ ചുറ്റുപാടുള്ള ആളുകൾ വളർന്നു വന്ന സാഹചര്യമൊക്കെ ആവാം. പക്ഷെ ഫൈനലി നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുകയാണ്. ഒരു ക്രിയേറ്റീവ് വെഞ്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു ബൊട്ടീക്ക് തുടങ്ങുന്നതായിരിക്കും, നിങ്ങൾ എന്തെങ്കിലും കലാപരമായിട്ടുള്ള രീതിയിൽ കണക്റ്റഡ്, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പിന്നെ അതൊരു കൊമേഴ്സ് മാർക്കറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതും അത് സ്വയം മാർക്കറ്റ് ചെയ്യുന്ന ഓൺലൈൻ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി അതൊരു ഹയർ പൊസിഷനിലേക്ക് ഫ്യൂച്ചറിലേക്ക് എത്താനുള്ളൊരു ചാൻസും ഇത് സൂചിപ്പിക്കുന്നുണ്ട്.
പിന്നെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എനർജി ഉണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ ഉന്നതമായിട്ടുള്ള സ്ഥാനം, ഉന്നത പൊസിഷൻ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ താഴേക്കിടയിലൊരു പ്രവർത്തകനോ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചാൻസ് അപ്രതീക്ഷിതമായിട്ടാണ്. നിങ്ങളപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമായിരിക്കില്ല, നിങ്ങൾ സ്ഥിരമായിട്ടുള്ളൊരു പ്രവർത്തകനൊന്നും ആയിരിക്കില്ല. എന്നിരുന്നാൽ പോലും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. ഒരു ഉയർന്ന പൊസിഷനിലേക്ക്, സ്ഥാനത്തേക്കുള്ള ഒരു അവസരം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ മുന്നേറാനുള്ള അവസരം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 5 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച പോലെ നടന്നാലും ഇടയ്ക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ തടസ്സം ഉണ്ടായത് കൊണ്ട് നിങ്ങൾ വിജയിക്കില്ല എന്നുള്ളതല്ല. കാരണം പലരും നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ പലയിടത്തേക്കും സ്ഥാനത്തേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാകുമ്പോൾ, ചുറ്റുപാടും സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഫേവറിൽ വരുമ്പോൾ മറ്റുള്ള പല ആളുകളിൽ നിന്നും പല പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ്, അപ്പോൾ പലതരത്തിലുള്ള അസൂയാവഹമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ചെറിയ രീതിയിലുള്ളൊരു തടസ്സങ്ങളിലൂടെ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാലും അവസാനമായിട്ട് നിങ്ങൾ തന്നെയാണ് വിജയിക്കുന്നത്. കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചാലും ഏറ്റവും മുകളിലിരിക്കുന്നവർ, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും തീരുമാനമെടുക്കേണ്ട സ്ഥാനത്തിരിക്കുന്നവർ നിങ്ങളുടെ ഫേവറിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. കോമ്പറ്റീഷൻസ് ചുറ്റുപാടും ഉണ്ട്, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിലും ഭയപ്പെടാതിരിക്കുക, ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ സ്ഥാനം ന്യായീകരിക്കുന്നതിനായിട്ടാണെങ്കിൽ പോലും ഒരു വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും പോവാതിരിക്കാം. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ ചെയ്തോളും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒച്ചയെടുത്ത് സംസാരിക്കുന്നോ ആർഗ്യൂ ചെയ്യാനോ പോവാതിരിക്കുക, എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുക. നിങ്ങളോട് ചോദിക്കുമ്പോൾ മാത്രം മറുപടി പറയാൻ ശ്രമിക്കുക. സ്ട്രെങ്ത് കാർഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മനോധൈര്യം കൈവിടാതിരിക്കുക. കാരണം എന്തൊക്കെ സിറ്റുവേഷൻസ് നടന്നാലും ആ ഒരു സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസവും മനോധൈര്യത്തോടും കൂടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം. ആ ഒരു മനോധൈര്യമാണ് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തരത്തിലുള്ള ഒരു സാഹചര്യമാണെങ്കിലും അതിനിപ്പോൾ ശാരീരികമായിട്ടുള്ള ഒരു ഇത് വേണമെങ്കിലും മാനസികമായിട്ട് നേരിടേണ്ടി വന്നാലും നിങ്ങൾക്ക് അതിനെ നേരിടാനുള്ളൊരു പ്രത്യേക ഒരു കഴിവ് നിങ്ങൾക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും വിജയം കൈവരിക്കുന്നതായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും ഓക്കെ. അതേപോലെ ടെമ്പറൻസ് എനർജിയാണ്. കുടുംബാന്തരീക്ഷത്തിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഭയങ്കരമായിട്ടൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നങ്ങളും മറ്റുമൊക്കെ മാറിക്കിട്ടുന്നു. ഇപ്പോൾ കുടുംബത്തിലുള്ള വഴക്കുകൾ, പ്രാരബ്ധങ്ങൾ അല്ലെങ്കിൽ നെഗറ്റിവിറ്റീസ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മനസ്സിലാകായിക, ചില സമയങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ഈഗോയുടെ പുറത്ത് ഒന്നും ചെയ്യാതിരിക്കുക. ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യുന്നതിനോ ആ ഒരു സിറ്റുവേഷൻ്റെ അവസരം വരുന്നില്ല അധികം. ഫാമിലിയിൽ കൂടുതലായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്നു, പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ മാറുന്നു. ഒരുമിച്ചിരുന്നാൽ അപ്പോൾ വഴക്കിടുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു മാസത്തിൽ പൊതുവെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, ചർച്ചകൾ ചെയ്യുക, മുന്നോട്ടേക്കുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സ്റ്റാർ കാർഡാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വേണ്ടുവോളുള്ള സമയമാണ്. പല കാര്യങ്ങളും ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ്. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ താല്പര്യവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോവുക, വഴിപാടുകൾ കാര്യങ്ങളൊക്കെ കഴിക്കുക, അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ലൈഫിൽ ഏത് കാര്യത്തിലാണോ നിങ്ങൾ പുറകിൽ മാറി നിന്നിട്ടുണ്ടായിരുന്നത് അതിലൊക്കെ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്നൊരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് നിങ്ങൾക്ക് സഹായ ഹസ്തങ്ങൾ ലഭിക്കും. നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ കരുതി വെച്ചിരുന്ന ആളുകളായിരിക്കും, അവരൊരിക്കലും നിങ്ങളെ സഹായിക്കില്ല എന്ന് വിചാരിച്ചിടത്തുനിന്നൊക്കെ
നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും നിങ്ങളെ സഹായിക്കുന്നതായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ ആരാണ്, യഥാർത്ഥ ശത്രുക്കൾ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു മാസം കൂടിയിട്ടായിരിക്കും ഈ ഒരു മാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.